നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ അതൊരു സെമിത്തേരി വഴിയാണ് നമുക്ക് പോകേണ്ടതായി വരികയെങ്കിൽ, പ്രത്യേകിച്ച് അത് രാത്രി, സെമിത്തേരിയുടെ ഗേറ്റ് താനെ ഓപ്പൺ ആവുകയും അതിൽ നിന്ന് ഒരാത്മാവ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടാൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള കാസർഗോഡുള്ള രാജീവിനാണ്. വർഷങ്ങളായി ഗൾഫിൽ സെറ്റിൽഡ് ആയ വ്യക്തിയാണ് രാജീവ്. വല്ലപ്പോഴാണ് നാട്ടിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായി ഒന്ന് കൂടാറുണ്ട്. ഇത്തവണ അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴും ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് നമുക്ക് രാത്രിയിൽ കൂടണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ കൂടുന്ന സ്ഥലം ഒരു സെമിത്തേരി കഴിഞ്ഞിട്ട് വേണം എത്താനായിട്ട്. അപ്പോൾ അവൻ അതൊന്നും ചിന്തിച്ചില്ല. രാത്രി ഒരു 7:30യോടുകൂടി അവൻ പുറപ്പെട്ടു. അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഈ കാര്യം തന്നെ ഓർമ്മ വന്നത്. ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന ആ ഒരു ആഹ്ലാദത്തിന്റെ പുറത്ത് അവന് ഈ ഒരു സെമിത്തേരി കഴിയണമെന്നൊന്നും അവൻ ഓർത്തില്ല. അവന് എത്രയും വേഗം ആ ഒരു ഫ്രണ്ടിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അവൻ പോയത്. ഏതാണ്ട് സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോൾ അവനൊരു കൗതുകം തോന്നി. അവൻ ആ സെമിത്തേരിയുടെ അടുത്ത് അവന്റെ ആ ബൈക്ക് നിർത്തിയിട്ട് അവിടേക്ക് നോക്കി. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത്ര പേടിക്കുന്നത് എന്ന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ആ ഗേറ്റ് പെട്ടെന്ന് ഓപ്പൺ ആയത്. ആരെയും അവൻ കണ്ടില്ല. അവനൊരു നടുക്കത്തോടെ അവൻ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരാത്മാവ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതായി അവന് തോന്നിയത്. അവൻ കണ്ണെല്ലാം തിരുമ്മി ഒന്നും കൂടി നോക്കി. ശരിയാണ്, എന്തോ ഒരു ആത്മാവ് അതാ പോകുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. ആ ഒരു ടൈമിലാണ് താൻ നിൽക്കുന്ന ആ ഭാഗത്ത് അവൻ സൂക്ഷിച്ചു നോക്കി. അന്ന് മരിച്ചു കുഴിച്ചിട്ട പോലെ ഒരു ഭാഗം. താൻ നിൽക്കുന്നത് മതിലിന്റെ ഇപ്പുറമാണെങ്കിലും ആ മൺകൂന ഇളകുന്നത് അവൻ വ്യക്തമായി കാണാമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അവൻ നടുങ്ങി തെരിച്ചുപോയി. കാരണം ഒരു കൈ, ഒരു സ്ത്രീയുടേതും തോന്നിക്കുന്ന ഒരു കൈ, ആ വിരലുകൾ അവന്റെ നേരെയായിരുന്നു ചൂണ്ടി നിന്നിരുന്നത്. അതോടുകൂടി അവന്റെ ബൈക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞോടി. പക്ഷേ ആ ഭാഗത്ത് അവന്റെ ബൈക്ക് കാണാനില്ലായിരുന്നു. അവിടെ മുഴുവൻ തപ്പി നോക്കിയിട്ടും അവന്റെ ബൈക്ക് കാണുന്നില്ല. എന്ത് മറിമായമാണ് സംഭവിച്ചെന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല. ഒരു ടോർച്ച് കയ്യിലുള്ളത് കൊണ്ട് അവൻ വഴി കാണാൻ പറ്റി. അവൻ ഒന്നും കൂടി തിരിഞ്ഞു നോക്കി. അതെ, ആ കൈ അവന്റെ നേരെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് സമയം കളഞ്ഞാൽ ശരിയാവില്ലെന്ന് അവന് മനസ്സിലായി. നാളെ നേരം വെളുത്തതിന് ശേഷം ആ വണ്ടി തിരയാമെന്ന്. അവൻ കുറച്ച് ഓടിയപ്പോഴാണ് ഒരു സ്ത്രീ നടന്നു പോകുന്ന അവൻ കണ്ടത്. സത്യം പറഞ്ഞാൽ അവനൊരു ആശ്വാസമാണ് തോന്നിയത്. അവൻ ഓടിച്ചെന്ന് ആ സ്ത്രീയുടെ അടുത്ത് വന്നതും പെട്ടെന്നാണ് അവിടെ മൊത്തത്തിലൊരു പുക പോലെ നിറഞ്ഞത്. എങ്ങനെയൊക്കെയോ പ്രാണൻ കൈ പിടിച്ച് അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്ന ഓട്ടത്തിലാണ് ഒരു പഴയ ബിൽഡിംഗ് പോലെ ഒരു വീട് കണ്ടത്. അവൻ അവിടേക്ക് ഓടി രക്ഷപ്പെട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ അവിടെ എത്തി. ആ വീടിന്റെ ഡോർ അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ആ ഡോർ ഓപ്പൺ ആയത്. അവൻ നടുങ്ങി തരിച്ചു പോയി. ബോധം പോണൊരവസ്ഥയായി. താൻ സെമിത്തേരിൽ കണ്ട അതേ വിരലുകൾ. അവൻ അവിടെ നിന്ന് ഓടാനോ ചലിക്കാൻ പോലും പറ്റാതെ അവൻ ആ നൃത്തം നിന്നുപോയി. എത്ര ശ്രമിച്ചിട്ടും അവൻ ഒച്ച വെക്കാനോ ഓടാനോ കഴിയാത്ത വിധം സ്റ്റാച്ചു പോലെ അവൻ നിന്നുപോയി. ഒരു രൂപം തന്നെ തന്നെ നോക്കി നിൽക്കുന്നു. അവന്റെ കാലുകൾ എങ്ങനെയൊക്കെ ആയാസപ്പെട്ട് അവൻ ചലിപ്പിക്കാൻ ശ്രമിച്ചു. ആ രൂപത്തിന്റെ നോട്ടം കണ്ടപ്പോൾ സത്യം പറഞ്ഞ അവന്റെ നട്ടലിന്റെ ഉള്ളിൽ ഒരു തണുപ്പ് കയറുന്നത് പോലെ അവന് തോന്നി. സർവസ്വ ദൈവങ്ങളെ ഒന്നിച്ച് വിളിച്ച് അവൻ കാല ആയാസപ്പെട്ട് വലിച്ചതിന് ശേഷം അവൻ ഓടി. എങ്ങോട്ടൊന്നുമില്ല, ദിക്കറിയാത്ത ഓട്ടമായിരുന്നു. പക്ഷേ ആ ഓട്ടത്തിലിടയിൽ അവന്റെ തലയടിച്ച് എവിടെയോ അവൻ ബോധമറ്റു വീണു. നേരം വെളുത്തപ്പോൾ ആരൊക്കെയോ ചേർന്നാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പക്ഷേ കുറെ കാലം അവൻ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. കാരണം അവൻ നോർമൽ അല്ലായിരുന്നു. ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ഇത്രയേറെ അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ പോലും ഓർത്തില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.